പക്ഷെ ആ സെക്യൂരിറ്റി അങ്ങനെ ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് ആ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ സ്കൂളിന്റെ മാനേജറാണ്. ആ സ്കൂളിന്റെ മാനേജറുടെ സംസ്കാരം, ഈ സ്കൂളിന് ഒരു പാരമ്പര്യമുണ്ട്. ചുരിദാറിന്റെ പേര് പറഞ്ഞ് അധ്യാപികയെ വേട്ടയാടുന്ന മാനേജരുടെ ഗുണ്ടായിസം ഇല്ല ഞങ്ങൾ പൊറുക്കില്ല, ഇല്ല ഞങ്ങൾ പൊറുക്കില്ല, ഇല്ല ഞങ്ങൾ സഹിക്കില്ല, ഇല്ല ഞങ്ങൾ സഹിക്കില്ല. പറയുന്നതാരെന്നറിയാമോ? പറയുന്നതാരെന്നറിയാമോ? മഹിളാ മോർച്ചയെന്നോർത്തോളൂ, മഹിളാ മോർച്ചയെന്നോർത്തോളൂ. ജയ് 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 ബിജെപി, ജയ് 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 ബിജെപി, ജയ് 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 ബിജെപി, ജയ് 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 ബിജെപി, ജയ് 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 മഹിളാ മോർച്ച, ജയ് 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 മഹിളാ മോർച്ച, ജയ് 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 മഹിളാ മോർച്ച, ജയ് 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 മഹിളാ മോർച്ച. ചുരിദാറിന്റെ പേര് പറഞ്ഞ് ചുരിദാറിന്റെ പേര് പറഞ്ഞ് അധ്യാപികയെ വേട്ടയാടുന്ന മാനേജരുടെ ഗുണ്ടായിസം, മാനേജരുടെ ഗുണ്ടായിസം. സാംസ്കാരിക കേരളം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന നമ്മുടെ കേരളത്തിൽ നമ്മുടെ കൺമുന്നിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം 2014 നിയമം പാസ്സായിട്ടുള്ളതാണ് അധ്യാപകർക്ക് അവർക്ക് ഇഷ്ടമുള്ള മാന്യമായ വേഷം ധരിച്ച് സ്കൂളുകളിൽ എത്താമെന്നുള്ളത്. ചുരിദാർ എന്ന് പറയുന്നത് ഒരു മാന്യമായ വേഷം തന്നെയാണ്. അതിന് ഇവിടുത്തെ മാനേജർ എന്ത് തരത്തിലുള്ള കുറ്റമാണ് കണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം തന്നെയാണ് ഈ സ്കൂളിൻ്റെ വാതിൽ ഇവിടുത്തെ പ്രഥമ അധ്യാപികയായ സിന്ധു ടീച്ചറിൻ്റെ മുന്നിൽ ആ കുട്ടി അടയ്ക്കപ്പെട്ടത്. ഈ സമരം നടത്തുന്നത് വളരെ ധാർമ്മികതയുടെ പേരിലുള്ള ഒരു സമരമാണ്. കാര്യം നമ്മുടെ നാട്ടിൽ ഇതൊരു ചുരിദാർ ഇട്ടുകൊണ്ടാണെന്ന് ബഹുഭൂരിപക്ഷമായിട്ടുള്ള ഈ മകളുകളും ഈ സമരത്തിൽ വന്നിട്ടുള്ളത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഇത് കേരളത്തിൽ ഇന്ന് നടക്കുന്ന വിവേചനത്തിനെതിരെയും കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഇത്രയും അഹന്തയും അഴിമതിയും നടക്കുന്ന ഒരു നാടായിട്ട് കേരളം മാറിയിട്ടുണ്ട്. കേരളം ഒരു ഇരുണ്ട കാലത്തേക്കാണ് പോകുന്നത്. കേരളത്തെ ഒരു വലിയ ധാർഷ്ട്യത്തിൻ്റെ അല്ലെ ഐത്തത്തിൻ്റെ കാലത്തിലേക്ക് കേരളം പോകുന്നു. മലബാറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും കൂടെ വെവ്വേറെ ആഹാരം കഴിക്കുന്ന ഒരു മതഭീകരതയുടെ കാലം അവിടെ വരുന്നു. ഇനി വന്ന് ഇവിടെ നമ്മുടെ സ്കൂളിൽ ഒരു അധ്യാപകർ രാവിലെ ആ വീടുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ പുതിയ കാലഘട്ടത്തിൽ വീടുകളിൽ നിന്ന് ഇറങ്ങുന്നത്. ഏറ്റവും മാന്യമായ വേഷം ധരിക്കുന്ന ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ സ്കൂളിലെ പ്രഥമ അധ്യാപിക വന്ന സമയത്ത് നമ്മൾ കണ്ടൊരു ഈ സ്കൂളിലെ സെക്യൂരിറ്റി, ഈ സ്കൂളിൻ്റെ സെക്യൂരിറ്റി ഒരു അടയാളപ്പെടുത്തലാണ്. ഒരു ഷാപ്പിലെ സെക്യൂരിറ്റിക്കാരൻ, ജീവനക്കാരനെ പോലാണ് ഇവിടുത്തെ സെക്യൂരിറ്റി പെരുമാറിയത്. ആ സെക്യൂരിറ്റി ആ പ്രഥമ അധ്യാപികയോടുകൂടി ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അക്ഷരം പകർന്നു നൽകുന്ന, അറിവ് പകർന്നു നൽകുന്ന അധ്യാപികയെ എങ്ങനെയാണ് പെരുമാറി എന്നുള്ളത് സെക്യൂരിറ്റിയുടെ ജോലിയാണ് ചെയ്യേണ്ടത്. പക്ഷെ ആ സെക്യൂരിറ്റി അങ്ങനെ ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് ആ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ സ്കൂളിൻ്റെ മാനേജറാണ്. ആ സ്കൂളിൻ്റെ മാനേജറുടെ സംസ്കാരം, ഈ സ്കൂളിന് ഒരു പാരമ്പര്യമുണ്ട്. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, രാഷ്ട്രീയം ഏതായാലും അംഗീകരിക്കുന്ന ഈ ചന്ദ്രശേഖരൻ നായരുടെ ബന്ധപ്പെട്ട സ്കൂളാണ് ഈ സ്കൂള്. ഈശ്വരവിലാസം സ്കൂളാണ് ഈ സ്കൂള്. എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ട സ്കൂളാണ് ഈ സ്കൂള്. ആ സ്കൂളിൽ ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വളരെ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ആ വരുമ്പോൾ ആ മാനേജർ അവിടുത്തെ സെക്യൂരിറ്റിയോട് പറയുകയാണ്, ഈ അധ്യാപികയെ, പ്രഥമ അധ്യാപികയെ സ്കൂളിൽ പ്രവേശിക്കേണ്ടെന്ന് പറയുമ്പോൾ ഇത് സ്കൂളല്ലയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്കൂൾ എങ്ങനെ, നമുക്ക് തടവറയിലല്ല ആരും പഠിക്കേണ്ടത്. വളരെ സ്വാതന്ത്ര്യത്തോടെ, പുതിയ കാലഘട്ടമാണ്, ജെൻസിയുടെ കാലഘട്ടമാണ്, സ്വാതന്ത്ര്യത്തോട് പ്രവർത്തിക്കുന്ന കുട്ടികളുടെ കാലഘട്ടം, സ്നേഹത്തോടെ ഉപദേശത്തിലുപരി അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട കാലത്തുള്ള വിദ്യ കൊടുക്കേണ്ട കാലമാണ്. ആ കാലത്താണ് ഈ രീതിയിലൊരു അധ്യാപികയ്ക്ക് മാനസിക ടെൻഷൻ കൊടുക്കുമ്പോൾ ആ പ്രഥമ അധ്യാപിക ആ വിദ്യാർത്ഥികളോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? എന്നാൽ ഇത്രയും ക്രൂരമായ ഈ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്.